ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് പോയിന്റ്സ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് പോയിന്റ്സ്? 2,3 ആൻഡ് 4,1. ഈ രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതിൽ ആദ്യത്തെ പോയിന്റ് ആണ് x1, y1 അല്ലേ? സെക്കൻഡ് പോയിന്റ് x2, y2. നമുക്കറിയാം ഡിസ്റ്റൻസ് ഡി എന്നങ്ങനെ ഡിനോട്ട് ചെയ്യാം അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ്. ഫോർമുല എങ്ങനെയാണ് വരുന്നത്? പഠിച്ചിട്ടുണ്ടല്ലോ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2 അല്ലേ? x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 2 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 3 സ്ക്വയർ. ചെയ്തു വരുമ്പോൾ റൂട്ട് ഓഫ് 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ പ്ലസ് 1 മൈനസ് 3 മൈനസ് 2 ആണ്. മൈനസ് 2 സ്ക്വയർ. ഇത് 4 പ്ലസ് 4 ശരിയാണോ? 4 പ്ലസ് 4 റൂട്ട് 8. റൂട്ട് 8 ആണ് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ -5, 7 -1, 3 -5, 7 -1, 3 ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണണം. ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് x1, y1 എന്ന് ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് x2, y2 എന്നും ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വരുന്നത് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. ഇപ്പോൾ ഇത് റൂട്ട് ഓഫ് x2 മൈനസ് x1 വളരെ ശ്രദ്ധിച്ചെഴുതണം. x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ -1 മൈനസ് ഓഫ് -5. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ -1 മൈനസ് ഓഫ് -5 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 7 സ്ക്വയർ. ഈ സൈൻ നെഗറ്റീവ് സൈൻ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. റൂട്ട് ഓഫ് ഇവിടെ -1 പ്ലസ് 5 ആവും. മൈനസും മൈനസും പ്ലസ് ആവുമല്ലോ. -1 പ്ലസ് 5 4 ആണ്. ഇവിടെ 3 മൈനസ് 7 -4 ആണ്. -4 സ്ക്വയർ. ദാറ്റ് ഈസ് 16 പ്ലസ് 16 അല്ലേ? 16 പ്ലസ് 16 റൂട്ട് 32. ഇതാണ് ആൻസർ.